ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ആൻഡ് പൂജാരി ചാറ്റ് പ്ലസ് വീഡിയോ കോൾ എന്ന് പറഞ്ഞിട്ട് 10,60,000 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം എന്നെ കുറച്ച് പേര് കോൺടാക്ട് ചെയ്തു. എൻ്റെ ക്ലോസ് ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകളും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി ബേസിസിൽ എനിക്ക് കോണ്ടൻറ്റുകൾ കണ്ടാൽ ഫോർവേഡ് ചെയ്ത് തരുന്നതും, അതുപോലെ ഞാൻ എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് ചെയ്താൽ അതിൽ അവരുടെ അഭിപ്രായം എന്നോട്, അവരുടെ ഒരു വേർഷൻ, അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയുന്ന ഒരു ക്ലോസ് സർക്കിൾ എനിക്കുണ്ട്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ആളുകളും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് തപ്പിയാലോ എന്ന് അന്വേഷിച്ച് ഒന്ന് പോയി നോക്കിയത്. ഇപ്പം പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ കുട്ടിച്ചാത്തൻ്റെ ടെമ്പിൾ, ഇതിൽ ദിവസ വരുമാനം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. ഓക്കെ, ആൻഡ് കോടികളുടെ ആസ്തിയുള്ള ഒരു കുട്ടിച്ചാത്തൻ്റെ സ്ഥലം. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ അതിനൊരു, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞല്ലോ, ഇതിനൊരു വേറെ ലെയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സംഗതി അയാൾ ചെയ്ത പ്രവൃത്തിയാണ്, കാരണം അയാളുടെ ഓഡിയോ വളരെ ക്ലിയറായിട്ട് ആ ലേഡി പുറത്ത് വിട്ട പെർട്ടിക്കുലർ വീഡിയോനകത്തുണ്ട്. ഓക്കെ, അപ്പം അത് ആ ഓഡിയോ ആർക്കും AI വെച്ചുണ്ടാക്കിയതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതൊരു ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ സംസാരിക്കുന്ന രീതി വെച്ചൊക്കെ നോക്കുമ്പോൾ, അവരുടെ ചാറ്റിലൂടെ പോയി നോക്കുമ്പോൾ പല ഡേറ്റ്സും മിസ്മാച്ചാണ്. അവരുടെ ചാറ്റിൽ തന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും ഫോട്ടോസും വീഡിയോസും ചാറ്റും ഹലോ ഹായ് മോർണിംഗ് ഇതൊക്കെ അയച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരുമായിട്ട് സംസാരിച്ച സമയത്ത് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് കിട്ടിയ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയത്തിലകത്തായ പൂജാരി, ദ സോ കോൾഡ് പൂജാരി, അയാൾ പൂജാരിയല്ല. ഓക്കെ, അയാൾ അവിടുത്തെ പ്രധാന കർമ്മിയുടെ, പ്രധാന കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയുടെ മകളുടെ ഭർത്താവാണ്. അപ്പോൾ ഈ മകളുടെ ഭർത്താവ് അവിടെ പൂജാരിയല്ല, പക്ഷേ നമ്മുടെ ന്യൂസ് ചാനൽസിലൊക്കെ വന്നത് പൂജാരിയുടെ എന്ന് പറഞ്ഞാണ് വന്നത്. പൂജാരിയുടെ വീഡിയോ, പൂജാരിയുടെ ചാറ്റ്, പൂജാരി അകത്തായി എന്നുള്ള രീതിക്കാണ് ഈ സംഗതി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇത് പൂജാരിയല്ല. അവിടുത്തെ പൂജാരി എന്ന് പറയപ്പെടുന്നത് ഉണ്ണി ദാമോദരനാണ്. ഓക്കെ, ഉണ്ണി ദാമോദരൻ, അയാൾ ഒളിവിലാണ്. ഈ ഉണ്ണി ദാമോദരനാണ് ഈ സൈഡിൽ കാണുന്നത്. ഇയാളാണ് അവിടുത്തെ മെയിൻ പൂജാരി. ഇയാളുടെ മകളുടെ ഭർത്താവാണ് അരുൺ. ഓക്കെ, ഈ അരുണിനെയാണ് ഇപ്പോൾ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത്. ഈ അരുണാണ് കർണാടകയിലുള്ള ലേഡിയായിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പ്ലേ ചെയ്ത ആ ഒരു ഫോൺ കോൾ ആൻഡ് ചാറ്റൊക്കെ ഈ വ്യക്തിയാണ്, ഈ അരുണാണ്. അരുണും ഉണ്ണി ദാമോദരൻ കൂടി ചേർന്നിട്ടാണ് ഈ ലേഡിയെ മോശമായ രീതിയിൽ പരിപാടികൾ ചെയ്തതെന്നാണ് കേസുള്ളത്. ഓക്കെ, അതായത് അരുൺ എന്ന വ്യക്തി ഈ ലേഡിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസ് വാങ്ങി അമ്മായിയച്ഛനായിട്ടുള്ള ഉണ്ണി ദാമോദരന് കാണിച്ചു കൊടുത്ത്, അതിനുശേഷം ഉണ്ണി ദാമോദരനും അമ്മായിയച്ഛനും കൂടി ഓട്ടോയിൽ കൊണ്ടുപോയി ഈ ലേഡിയെ വളരെ മോശമായ രീതിയിൽ ചെയ്ത് പിന്നെ അത് ഹോട്ടലിൽ കൊണ്ടുപോയി. ഇങ്ങനെയാണ് ഈ കേസിൻ്റെ പോക്ക് പോണത്. അപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചു, മകളുടെ ഭർത്താവ് പോയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് അമ്മായിയച്ഛൻ തന്നെ, അതിൻ്റെ സാധനം നമുക്ക് തോന്നുമല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കേസിൻ്റെ രീതി. കാരണം ഞാൻ ബാംഗ്ലൂർ, അത്യാവശ്യം കുറച്ച് വർഷമായിട്ട് ബാംഗ്ലൂർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ബലന്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടാണ്. ഞാൻ അവിടെയൊക്കെ ഞാൻ കുറച്ച് മലയാളികളോടൊക്കെ വിഷയങ്ങൾ എന്താണെന്നുള്ളതെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ചറിഞ്ഞപ്പോഴും അവിടുത്തെ പോലീസിൻ്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. 500-ലും വീഴും, 50,000-ലും വീഴും, 5 ലക്ഷത്തിലും വീഴും, 5 കോടിയിലും വീഴും. അതാണ് അവിടുത്തെ സീന്. അപ്പോൾ ഇതിൽ പ്രത്യക്ഷത്തിൽ കുറച്ച് ദുരൂഹതകളുണ്ട്. പക്ഷേ ഈ വ്യക്തി തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കെണി അവർ വെച്ചു, തേൻകെണി, കൃത്യമായിട്ട് അതിൽ പോയി ചാടിക്കൊടുത്തു. ഓക്കെ, ആരെങ്കിലുമൊക്കെ മാടിപ്പൊക്കി കാണിക്കുമ്പോൾ ഇത് കൂർപ്പിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അതിന് പൂജാരി ആണെങ്കിലും പള്ളിയിലച്ചനാണെങ്കിലും ഉസ്താദാണെങ്കിലും ലേശം കൂടുതലാണ് ഇമാതിരി ദൈവത്തിനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റങ്ങൾക്ക്. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കളിയാക്കണ്ട, കളിയാക്കിയാൽ ഒരു ദിവസം അവിടെ എത്തും. സീക്രട്ട് ഏജൻറ്റ്, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആര്? കുട്ടിച്ചാത്തനാ? എനിക്കിട്ടാ? എടാ ഞാനേ ചാത്തൻ, എനിക്കെന്ത് കുട്ടിച്ചാത്തൻ? ഞാൻ തന്നെ
ഞാനാണ് ചാത്തൻ, ഞാനാണ് ദൈവം, എനിക്ക് ഞാനാണല്ല. മനസ്സിലായോ? എനിക്ക് കൊമ്പ് വെച്ച വേറൊരു സാധനത്തിന് പേടിക്കേണ്ടതോ അല്ലെങ്കിൽ വേറൊരു ഐറ്റത്തിന് പോയിട്ട് വണങ്ങി കുമ്പിടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ് എൻ്റെ ഗോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ചാത്തൻ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേണ്ടാത്ത പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ചാത്തനാണ്, എനിക്ക് തിരിച്ചടിക്കും. ഞാൻ നല്ലത് ചെയ്താൽ അതിൻ്റെ ദൈവമാണ്, അതിനുള്ള ഫലം എനിക്ക് കിട്ടും. കർമ്മ അത്രേ ഉള്ളൂ. രാവിലെ ഒരുത്തനോട് ചോദിച്ച് ചിരിച്ച് കാണിച്ചാൽ എനിക്ക് തിരിച്ചിരിക്കും, ഓൻ്റെ കാരണക്കുട്ടിക്ക് അടിച്ചാൽ എൻ്റെ കാരണക്കുട്ടിക്കും കിട്ടും. ഇത്ര സിമ്പിളായിട്ട് ഞാൻ ലൈഫിനെ കാണുന്നുള്ളൂ, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അതുകൊണ്ട് കുട്ടിച്ചാത്തൻ, ഭുവനേശ്വരി, ആന, മറുത, മാടാന്നൊന്നും പറഞ്ഞ് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നെ പേടിപ്പിക്കാൻ വരരുത്, എനിക്ക് ശരിയായി വരും. ശിവൻ്റെ മകനാണ് വിഷ്ണുവായ സ്വാമി, അത് അറിയൂ. അറിഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം? ശിവൻ്റെ മകനോ മകളോ പേരക്കുട്ടിയോ ആരോ ആയിക്കോട്ടെ, അത് ശിവനും ടീമും, ശിവൻ്റെ ഫാമിലി, ശിവൻ്റെ ഇഷ്ടമല്ല. ആരേ ശിവൻ? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആയിരിക്കല്ല ആരേ ശിവൻ? ഇതൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ. ആരൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ഐതിഹ്യങ്ങൾ, അല്ലാതെ ഇതിനൊന്നും തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞുള്ള അങ്ങനത്തെ ഐറ്റൊന്നും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. ബ്രഹ്മം കയറിയിട്ടൊന്നുമില്ലല്ലോ ആർക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റങ്ങളൊന്നും വേണ്ട. അപ്പോൾ അത് ഞാൻ ഈ കമൻറ്റ് ബോക്സിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതിന് മുമ്പാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു കാര്യം ഇവിടെ ആദ്യം പറഞ്ഞത്. അപ്പോൾ കമ്മിങ് ടു ഇൻ ഡീറ്റെയിൽ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഞാനിവിടെ നിങ്ങൾക്കൊരു വീഡിയോ ആദ്യം തന്നെ പ്ലേ ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ ഒരു മാസം മുമ്പ് വന്നൊരു വീഡിയോ ആണ്. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പെരിങ്ങോട്ടുകര കാനാടി ദേവസ്വം ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികൾ തമ്മിൽ അടിയാണ്. ഈ അടിയും തർക്കവും ഉണ്ടായതിന് ശേഷം ഇവർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട് തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ. അന്ന് അത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ന്യൂസാണ് പ്ലേ ചെയ്യാം. പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിൽ 4 സഹോദരങ്ങളുണ്ട്. ഇളയ സഹോദരനായ ഉണ്ണി ദാമോദരനും മറ്റ് സഹോദരങ്ങളും തമ്മിലാണ് തർക്കം. ക്ഷേത്രത്തിലെ വരുമാനം ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ വരുത്താതെ ഉണ്ണി ദാമോദരൻ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് സഹോദരങ്ങളുടെ പരാതി. ഇതേ ചൊല്ലിയുള്ള തർക്കം പോലീസ് കേസിലും കലാശിച്ചു. ഇരുകൂട്ടരും കോടതിയിൽ നിയമ നടപടി തുടരുകയാണ്. ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് സഹോദരങ്ങളെ മാറ്റി നിർത്തിയ ഉണ്ണി ദാമോദരനെതിരെയാണ് പരാതി. സഹോദരന്മാർ തൃശൂരിൽ വാർത്താസമ്മേളനം വിളിച്ചു. തർക്കം നിയമപരമായി പരിഹരിക്കേണ്ട തൃശൂർ റൂറൽ എസ് പി ഏകപക്ഷീയമായി ഇടപെട്ടെന്നാണ് ഇപ്പോഴത്തെ പരാതി. ഇവിടുത്തെ തർക്കം ക്ഷേത്ര നടത്തിപ്പിനകത്തുണ്ടായ ആചാരപരമായ മര്യാദകേടുകളാണ്. ഇത്തരം ആചാര മര്യാദകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അക്രമ പ്രവൃത്തി നടക്കുക, ആ അക്രമ പ്രവൃത്തിയിൽ ജെന്യുവിനായി അന്വേഷിച്ചു പോകേണ്ടുന്ന പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് സ്റ്റേഷനാകെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും അന്വേഷണം ശരിയായ നിലയിൽ കൊണ്ടുപോകാതെ വരികയും ചെയ്തത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. ഒട്ടേറെ ഭക്തർ പ്രതിദിനം വരുന്ന ക്ഷേത്രമാണ് കാനാടി ദേവസ്ഥാനം. ഭരണതർക്കം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ച 3 ഗുണ്ടകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകര സ്വദേശികളായ സ്മിത്ത്, നിതിൻ, പ്രരീഷ് എന്നിവരെയാണ് പിടികൂടിയത്. ഇവർ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. 3 കോടതി റിമാൻഡ് ചെയ്തു. ഇതെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിൽ ഒരു സെറ്റപ്പായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഈ ഏട്ടനിയന്മാരാണ് ഈ ട്രസ്റ്റും കാര്യങ്ങളും. ഞാൻ, സുഭദ്ര, ഞങ്ങൾ തീരുമാനിക്കും ആഭരണം അവിടെ കൊണ്ടുവരുന്നത്. 6-ാം തമ്പുരാനിൽ പണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഏറെക്കുറെ ആ സെറ്റപ്പിൽ പോകുന്നൊരു പരിപാടി. ഈ പറഞ്ഞ ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ആൾ മാസം എത്രയോ ലക്ഷം രൂപ ഈ അനിയന്മാർക്ക് ഇയാൾ നടത്തിപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ രീതിയിലുള്ള പല സാധനങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടായിരുന്നു. അതൊന്നും ഞാൻ എൻഡോസ് ചെയ്യുന്നില്ല. എന്താണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ജ്യേഷ്ഠാനിയന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ മുകളിലുള്ള അടിപിടികളും പൈസ വരുന്നിടത്താണുള്ള പ്രശ്നം. ഞാനതല്ല ആലോചിച്ച് നോക്കുന്നത്. ഈ സെലിബ്രിറ്റീസും ഇക്കണ്ട നാട്ടുകാരൊക്കെ അവിടെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ഈ പറഞ്ഞ കുട്ടിച്ചാത്തൻ്റെ അടുത്ത് പോകുന്നത്. കുട്ടിച്ചാത്തൻ മീഡിയേറ്റർ ആണല്ലോ, എല്ലാവരും പ്രശ്നം തീർക്കുമല്ലോ. കുട്ടിച്ചാത്തൻ്റെ അടുത്ത് പോയിട്ട് പ്രശ്നങ്ങൾ തീർക്കാൻ പോയിട്ട് കുട്ടിച്ചാത്തൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പൊരിഞ്ഞടി, അടിയോടടി. അവർ തമ്മിൽ തന്നെ കുട്ടിച്ചാത്തന് സേവ ചെയ്യുന്ന ഈ ഫാമിലി എന്നെ ഇരുന്ന് തമ്പ് തല്ലുക, ആകെ മൊത്തം അടി ഉണ്ടാക്കുക. എന്താ കഥ അല്ലേ? ഇതിനും കുറച്ച് മുമ്പ്, ഒരു 5-6 മാസം മുമ്പ്, ഈ ന്യൂസ് വന്നത് 1 മാസം മുമ്പാണ് ഇവർ വന്നിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത്. ഓക്കെ, ഇതിനു മുമ്പ് ഈ പത്രസമ്മേളനം നടത്താനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടി അവിടെ ഒരു കൊടൂരമായ അടി നടന്നിട്ടുണ്ട്. അതും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, TVC തൃശ്ശൂർ എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിൽ വന്നിട്ട് ന്യൂസ് കൂടി ഞാൻ പ്ലേ ചെയ്യാം.
പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനത്ത് ട്രസ്റ്റി അംഗങ്ങൾ ചേരിതിരിഞ്ഞേറ്റുമുട്ടി. 11 പേർക്ക് പരിക്കേറ്റു. സ്വത്ത് സംബന്ധിച്ചും ഭരണത്തിലെ ഇടപെടലിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ഇന്നലെ സംഘടനത്തിൽ കലാശിച്ചത്. സ്ത്രീകളടക്കം പരിക്കേറ്റവരെ തൃപ്രയാർ ഗവൺമെന്റ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് കാനാടി ദേവസ്ഥാനം മഠത്തിന് പോലീസ് കാവലേർപ്പെടുത്തി. സംഭവത്തിൽ കേസെടുത്തതായി അന്തിക്കാട് SHO പറഞ്ഞു. സംഗതി അവിടെ വട്ടം തിരിഞ്ഞുള്ള അടിയൊക്കെ നടന്നിട്ടുണ്ട്. അതിനുശേഷം അമ്പലത്തിൽ കുറേ ചിലർ കമൻറ്റിട്ടുണ്ട് അവിടെ ബ്ലാക്ക് ക്യാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പോലീസ് കാവലുണ്ടായിരുന്നു. എന്തായാലും സ്വർണ്ണത്ത് പൂശിയ പരിപാടികളാണല്ലോ. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം വരുന്നൊരു സ്ഥലം. അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെ പറയുക, ഈ കോടീശ്വരന്മാരുടെ മില്യനേഴ്സ് ചിലപ്പോൾ ഒരു കാറ് വാങ്ങും, ഒരു വീട് വാങ്ങും. അവർ വാങ്ങുന്ന അസറ്റിൻ്റെ ഒരു ഭാഗം അപ്പം എന്ത് ചെയ്യും, അവർ ഈ അമ്പലത്തിനും കൊടുക്കും, കുട്ടിച്ചാത്തനും കൊടുക്കും. കാരണം കുട്ടിച്ചാത്തനും ഇത് തന്നു, അപ്പോൾ കുട്ടിച്ചാത്തനും ഒരു പങ്ക്. ചാത്തൻ എങ്ങനെ, ചാത്തൻ കമ്മീഷൻ പറ്റും, പങ്ക് പറ്റുന്ന ആളാണ്, കമ്മീഷനൊക്കെ കൊടുക്കും. അങ്ങനെ ലക്ഷങ്ങളും കോടികളും വരുമാനമുള്ളൊരു സ്ഥലമാണത്. ഓക്കെ, ഇതൊക്കെ ആരെങ്കിലും മോണിറ്റർ ചെയ്യണ്ടോ, ട്രാക്ക് ചെയ്യണ്ടോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാരണം ആളുകളുടെ വിശ്വാസത്തിൽ നിന്നാണ് ഈ പൈസ വരുന്നത്. ആളുകളുടെ അന്ധമായ വിശ്വാസത്തിൽ നിന്നും പേടിയിൽ നിന്നും ഭയഭക്തിയിൽ നിന്നും വരുന്ന കാശാണ്. അതുകൊണ്ട് ഇവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്, ഇവർ തമ്മിൽ അടിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യും. ഇത് നമ്മളെ പ്രവീൺ പ്രണവ്. ഓക്കെ, അതിൽ ഈ ഫാമിലി ആയിട്ട് ഇവർ കുട്ടിയൊക്കെ ആയതിനു ശേഷം ഈ അമ്പലത്തിൽ ചെന്നിട്ടുണ്ട്, ഈ കുട്ടിച്ചാത്തൻ അമ്പലത്തിൽ ചെന്നിട്ടുണ്ട്. അന്ന് അവിടുത്തെ പൂജകളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഇവിടെ ഭഗവാന്റെ മുന്നിൽ വന്ന് എഴുതി കൊടുക്കുവാണെങ്കിൽ ഇവിടെ 3 നേരവും നടക്കുന്ന സോപാന ദർശനത്തിലൂടെ ഇവിടുത്തെ ദേവസ്ഥാനാധിപതിയായ ഡോക്ടർ ഉണ്ണിസ്വാമികൾ നമുക്ക് കൽപ്പന നൽകും. അതിലൂടെ നമുക്ക് പരിഹാര ക്രിയകളും ചെയ്യാം, അതും ജാതി മത വ്യത്യാസമന്യേ. മറ്റു വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ നിന്നും പെരിങ്ങോട്ടുകര എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് വെച്ചാൽ ഇവിടെ മാത്രമാണ് വിഷ്ണുമായ ഭഗവാന്റെ സഹോദരങ്ങളായ അയ്യപ്പൻ, ഗണപതി, സുബ്രഹ്മണ്യം, ഭുവനേശ്വരി എന്നിവർ കൂടെ സ്ഥിതി ചെയ്യുന്നത്. ഫാമിലി ആയിട്ടാണ് കുട്ടിച്ചാത്തൻ ഇരിക്കുന്നത്. വിഷ്ണുമായ എന്ന് പറയുന്നത് കുട്ടിച്ചാത്തൻ ആ രീതിക്ക് തന്നെയടേ. അപ്പം എന്താണെങ്കിലും അവിടുത്തെ കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് പ്രശ്ന പരിഹാരമാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള സ്ഥലം. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ ഫാമിലി ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടതാണ്. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെയാണ് അവർ പോയിട്ടുള്ളത്. വണ്ടിയൊക്കെ എടുത്തതിന് ശേഷമായിട്ട് അവർ പോയിട്ടുള്ളത്. പോകേണ്ടിയിരുന്നില്ല, കാരണം അവിടെ തന്നെ പ്രശ്നങ്ങളാണ്. ആകെ മൊത്തം അവർ തമ്മിലടിയുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇപ്പം ഈ അരുൾ എന്ന് പറഞ്ഞ വ്യക്തിക്കിട്ടുള്ള വെച്ച തേൻകണി ഇങ്ങനെ പുറത്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് ഞാനിവിടെ 1-2 സ്ക്രീൻഷോട്ട് ആൻഡ് സ്ക്രീൻ റെക്കോർഡ്സ് വയ്ക്കാം. ഇത് ന്യൂസിൽ നിന്ന് കിട്ടി തന്നെ കേട്ടോ. ഇതിനകത്തൊക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നൊരു കാര്യം എന്താ അറിയോ, ഡേറ്റൊക്കെ വളരെ വ്യത്യാസമുണ്ട്. 11-ാം തീയതി മെസ്സേജ് അയച്ചതിന് 12-ാം തീയതി റിപ്ലൈ വരികയാണ്. 11-ാം തീയതി ഒരു ഹായ് അയച്ചതിന് 12-ാം തീയതി ഒരു ഹായ് തിരിച്ചയക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, അത് നമുക്ക് പ്രശ്നം തോന്നില്ല. വീണ്ടും പക്ഷേ 11-ാം തീയതി ഗുഡ് മോർണിംഗ് വരും. അതെങ്ങനെയാണ് അങ്ങനത്തെ ഒരു പ്രക്രിയ? പ്രത്യേക തരം എന്തെങ്കിലും വാട്സാപ്പ് ടൈം ട്രാവൽ വാട്സാപ്പ് എങ്ങാണ്ട് ഇൻസ്റ്റാൾ ചെയ്തോ ഈ ലേഡി എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ന്യൂസിൽ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പറ ഇതെന്താ ഇങ്ങനെയെന്നുള്ളൊരു തോന്നില്ല. അവിടെ നിന്നിട്ടൊക്കെ ആട്ടോ എൻ്റെ ഈ സംശയങ്ങളുടെ തുടക്കം വരുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ നോക്കി, നിങ്ങൾ ഈ സൈഡിൽ കാണാൻ മതി, ആദ്യം 11, പിന്നെ 12, പിന്നെയും 11. ഇതെങ്ങനെയെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അവരുടെ ചാറ്റിൽ ഈ പൂജാരി എന്ന് പറയപ്പെടുന്ന, പൂജാരിയല്ല, ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തി മെസ്സേജ് അയച്ചിട്ടുള്ളതൊരു ഇൻ്റർനാഷണൽ നമ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർനാഷണൽ നമ്പർ എന്നൊക്കെ മെസ്സേജ് അയക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ, അത് ഇൻ്റർനാഷണൽ നമ്പറെ പേരല്ലാതെ നമ്പറായിട്ട് തന്നെ സേവ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അത് ഈ പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെ സ്പേസ് ഒന്നും ഇല്ലാതെ നമ്പർ ഒന്നിച്ച് കാണിക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെയോ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലേ, ഇതിലെവിടെയോ ഒരു മാനിപ്പുലേഷൻ. അതായത് 2 വ്യക്തികളും ഒരുപോലെ ഇൻട്രസ്റ്റിൽ കൺസെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്തിരുന്ന ഒരു സാധനത്തിനെ എടുത്തു കൊണ്ടുവന്ന് വെച്ച് കേസാക്കുമ്പോൾ ഇതൊരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ ചെയ്ത് വെച്ചൊരു പരിപാടിയാണെങ്കിലോ എന്നുള്ളൊരു സംശയം പലരും എന്നോട് ആ ചാറ്റ് കണ്ട സമയത്ത് പറഞ്ഞിരുന്നു. ഞാനും ആ ചാറ്റിലൂടെ പോയി നോക്കിയ സമയത്ത് എനിക്കത് തോന്നി. ഒന്നാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 5 സ്റ്റാർ അമ്പലമാണ്. ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് ഇതൊരു 5 സ്റ്റാർ അമ്പലമാണ്. അതൊരു 5 സ്റ്റാർ അമ്പലം ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഈ ചാറ്റ് സൈഡിലുള്ളടത്ത് കാണട്ടോ, 5 സ്റ്റാർ പ്രവർത്തികൾ ചിലപ്പോൾ പറഞ്ഞാൽ അതിനകത്തുള്ള ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ ചെയ്താലോ. ആൻഡ് ഓബിയസ്ലി ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത്രയും മണി ഇൻവോൾവ് ആണ്. ഓക്കെ, ദിവസം തന്നെ 10-20 ലക്ഷത്തിന് മുകളിൽ വരുമാനം വരുന്നൊരു സ്ഥലം.
ഇത്ര പൈസ ഇൻവോൾവ് ആയിട്ട് കളിക്കുന്ന ഒരു സ്ഥലം, ട്രസ്റ്റിന് തന്നെ അത്യാവശ്യം നല്ല സംഖ്യ പിരിഞ്ഞ് കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഓൾറെഡി ഇവരൊക്കെ തമ്മിൽ ട്രസ്റ്റിൽ ഈ പറഞ്ഞ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയും വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ ട്രാപ്പിനുള്ള തേൻകണിക്കുള്ള എല്ലാ പ്ലാനും പ്ലോട്ടും അവിടെ ഓപ്പണാണ്. സോ ഈ ഒരു വിഷയത്തിൽ അത് നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പം എനിക്ക് ഏകദേശം ഏറെക്കുറെ ഉറപ്പായി തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അത് നടന്നാലും ഈ വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആരെങ്കിലും മാടിപ്പൊക്കുമ്പോൾ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ഇവരുടെയൊക്കെ ഫോൺ പരിശോധിക്കണം. ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഇയാൾ ഈ കെണിയാണെങ്കിലും അതിൽ പോയി തലവെച്ചല്ലോ. കെണിയല്ലാത്ത പരിപാടികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് തന്നെ കണ്ടുപിടിക്കണം. പിന്നെ കുറേ പേരിനോട് പറഞ്ഞു, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ടീമാണ്, ഇവരൊക്കെ കോടീശ്വരന്മാരാണ്, ചുമ്മാ ഇവരോടൊന്നും കയറി കളിക്കാൻ നിൽക്കണ്ട, വീഡിയോ ഇടാൻ നിൽക്കണ്ട, ഇവരൊക്കെ എന്തോ ചെയ്ത് കളയും എന്നുള്ളത്. കയറിപ്പോയാൽ ലൈഫ് പോകും, അതായത് കൊന്നു കളയും, അല്ലെങ്കിൽ വല്ല കേസ് വിടുമായിരിക്കും. ഞാൻ FIR ഇട്ടൊരു കേസിലാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അതിൽ കൃത്യമായ എൻ്റെ പേഴ്സ്പെക്റ്റീവും ഞാൻ പറയുന്നുണ്ട്, എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ഞാനായിട്ട് മറ്റേ കുട്ടിച്ചാത്തം സേവ ചെയ്തിട്ട് വായുവിൽ നിന്ന് മറ്റേ അതീന്ദ്രിയ ശക്തികൾ ഉപയോഗിച്ച് എന്തെങ്കിലും എടുത്തു കൊണ്ടുവന്ന് വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നതല്ല. ഇവിടുത്തെ 24/7 ന്യൂസ് ചാനലുകളിൽ വന്ന കാര്യങ്ങളിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ്, എൻ്റെ സംശയങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്നിലേക്ക് എത്തുന്ന ഇങ്ങനത്തെ കോണ്ടൻറ്റ് ചെയ്യുമ്പോൾ ആളുകൾ അയച്ചു തരുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അടിയിലും ഈ ഒരു അമ്പലത്തിൽ പോയിട്ട് പൈസ നഷ്ടം സംഭവിച്ചതും അപമാനിതരുമായിട്ട് വന്നിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കമൻ്റ് ഇടുമായിരിക്കും. നിങ്ങൾ കമൻ്റ് ഇടണം, മനസ്സിലായോ? കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലും കുറേ പേര് പൈസ ഇല്ലാത്തത് കൊണ്ട് ഈ അമ്പലത്തിൽ നിന്നുണ്ടായ വളരെ വേസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഓക്കെ, അപ്പോൾ കുട്ടിച്ചാത്തനാണെങ്കിലും പരമശിവനാണെങ്കിലും മഹാവിഷ്ണു ആണെന്നുണ്ടെങ്കിലും അയ്യപ്പനാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്, ഇപ്പോൾ ചിലർക്കൊന്നും ഈ സ്വയം വിശ്വാസം ഉണ്ടാവില്ല. ഓക്കെ, ഒരു സെൽഫ് ബിലീഫ് വളരെ കുറവായിരിക്കും, അവർക്കൊക്കെ ഒരു മേക്ക് ബിലീഫ് ആയിരിക്കും, ലാലേട്ടൻ പറയുന്ന പോലെ. അപ്പോൾ ഈ സെൽഫ് ബിലീഫ് കുറവുള്ള, സ്വയം വിശ്വാസം കുറവുള്ള ആളുകൾ, മനുഷ്യനെ പറയാൻ പറ്റില്ല, മനുഷ്യൻ പല സാഹചര്യത്തിലും ഡൗൺ ആവും. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ തന്നെ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഡൗൺ ആയി പോയാലോ, ഡൗൺ ആവുന്ന സിറ്റുവേഷൻസ് വരും. അങ്ങനെ വരുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ചിലർ ഈ ദൈവം എന്ന് പറഞ്ഞൊരു ആശ്രയമായിട്ട് പോകുന്നത്. ഞാൻ പിന്നെ അങ്ങനത്തെ ആശ്രയത്തേക്കല്ല, ഞാൻ മോസ്റ്റ്ലി എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, ഡോഗ്സ്, അങ്ങനത്തെ ഒക്കെ ഇതിലേക്ക് എൻ്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വിടും. പിന്നെ എനിക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഈ കോൺസെപ്റ്റിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പോകുന്നവർ പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ വരുന്ന ആളുകളെ ചതിച്ചും പറ്റിച്ചും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അത് ഏത് മതത്തിലും ഏത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ആ അമ്പലത്തിൽ ചെന്നിട്ട് വളരെ മോശമായ രീതിയിലുള്ളൊരു ബിഹേവിയർ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് അവോയ്ഡ് ചെയ്ത് കളയുക അമ്പലം. അത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത്. കാരണം സെലിബ്രിറ്റീസിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഗോ, അവർ പോയിക്കോട്ടെ, അവരുടെ റീല് കണ്ട് നിങ്ങൾ പോകാൻ നിൽക്കണ്ടല്ലോ. അവരെ വരുന്നവർ ഓൾറെഡി സെലിബ്രിറ്റീസാണ്, അവർ കാശ് വാങ്ങി വരുന്നവരാണ്. നിങ്ങൾ സെലിബ്രിറ്റീസ് അല്ല, നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് നിങ്ങളെ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നാണെങ്കിലും വിഷയം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോടീശ്വരന്മാർ തമ്മിലുള്ള തല്ലാണ്, നാട്ടുകാരുടെ പൈസ കൊണ്ട് കോടീശ്വരന്മാരായതാണ്. ചാത്തൻ എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചു, ലാസ്റ്റ് ചാത്തൻ ഇവരെ പറ്റിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നോക്കാം എവിടെ എത്തും എന്നുള്ളത്. ഇതൊന്നും എവിടെ എത്താൻ പോകണില്ലേ, കാശ് എറിഞ്ഞ് പുറത്ത് വരും. പിന്നെ അപ്പുറത്തെ ടീമും കാശുള്ളതുകൊണ്ട് അവർ എറിഞ്ഞ് പിടിച്ച് നോക്കും. കേരള പോലീസല്ലേ, കർണാടക പോലീസല്ലേ, അവിടെ എന്തും നടക്കും. നിങ്ങളെ വിശ്വാസമൊക്കെ നിങ്ങളെ രക്ഷിക്കട്ടെ, അത്രേ പറയാനുള്ളൂ.